ശരി, എന്തായാലും ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി ജയിച്ചു കയറിയിരുന്നപ്പോൾ ആ വിജയത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റുകൾ കമ്മ്യൂണിസ്റ്റുകളായി മാറുന്നു എന്നാണ് ട്രംപിന്റെ വിമർശനം. അതോടൊപ്പം സുഡാനിലേക്ക് പോയാൽ സുഡാനിൽ ആഭ്യന്തര കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിന്റെ എല്ലാം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ബി കെ സുഹൈൽ ഉണ്ട്. ശരി സുഹൈൽ, നമുക്ക് നോക്കാം, ഓരോ വാർത്തകളായി വിശദമായി നോക്കാം. ആദ്യം ട്രംപിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് ന്യൂയോർക്ക് മേയറായി മംദാനി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രതികരണം എങ്ങനെ വരുന്നു? ദിവ്യ സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം മംദാനിയുടെ വലിയ ഐതിഹാസികമായ വിജയത്തിൽ വിരളിപ്പോണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ സൈലൻസിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് എങ്കിൽ ചെറിയ സമയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് കമ്മ്യൂണിസവും കോമൺ സെൻസും തമ്മിലുള്ള പോരാട്ടത്തിൽ കോമൺ സെൻസ് പരാജയപ്പെട്ടിരിക്കുന്നു, കമ്മ്യൂണിസം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ US കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് കമ്മ്യൂണിസം ബാധിച്ചിരിക്കുകയാണ്, ഡെമോക്രാറ്റ് പാർട്ടി കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു, ഞാൻ US പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഈ വിമർശനത്തെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ ഇലക്ഷൻ. അത് ന്യൂയോർക്കിൽ മാത്രമല്ല, ന്യൂജേഴ്സിയിലും അതേപോലെ തന്നെ വിർജീനിയയിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റ് പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിസം അതിജയിക്കുന്നു എന്ന് തുടങ്ങുന്ന സ്ഥലത്തേക്ക് പലയിടങ്ങളിലും ട്രംപിന് തിരിച്ചടി കിട്ടുന്നു. ഡെമോക്രാറ്റ് പാർട്ടിക്ക് വീണ്ടും ഒരു ഉണർവ് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും മംദാനി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് പുതിയൊരു ട്രാൻസിഷൻ ടീമിനെ മംദാനി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ടീം പൂർണ്ണമായും വനിതകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെങ്കിലും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കറിയാം. അടുത്ത ജനുവരിയിൽ മാത്രമേ സത്യപ്രതിജ്ഞയും അധികാരമേൽക്കലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനിടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്, അതിനെ നയിക്കാൻ വേണ്ടിയുള്ള ടീമിനെയാണ് ഇപ്പോൾ മംദാനി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മംദാനി വിജയിച്ച ഉടനെ തന്നെ പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും സയനിസ്റ്റ് ടീമിൽ നിന്നാണ് ഈ ഒരു പ്രചാരണങ്ങൾ വരുന്നത്. ADL എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയനിസ്റ്റ് ലോബിയും സയനിസ്റ്റ് ഗ്രൂപ്പുമാണ്. അവർ മംദാനിയുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്യും എന്ന് അറിയിച്ചിരിക്കുക കൂടിയാണ്. എവിടെയൊക്കെ ജൂതവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കും എന്നത് ഞങ്ങൾ ട്രാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ന്യൂയോർക്കിലെ വലിയ ജൂത സമൂഹം ഇപ്പോഴും മംദാനിയുടെ കൂടെ തന്നെയുണ്ട്. ഈ വിജയാഹ്ലാദങ്ങളിൽ, ആഘോഷങ്ങളിൽ എല്ലാം സജീവമായി പങ്കെടുക്കുന്നത് ന്യൂയോർക്കാണ് ന്യൂയോർക്കിലെ ജൂത സമൂഹമാണ് എന്ന് നമുക്കറിയാം. ടെലവീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂത സമൂഹമുള്ള ഒരു നഗരം എന്നൊക്കെയാണ് പൊതുവെ ന്യൂയോർക്ക് പറയാറുള്ളത്. അവിടെ നിന്നാണ് സയനിസത്തിനെതിരെയും അതേപോലെ തന്നെ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെയും ധീരമായി നിലനിന്ന മംദാനി വിജയിച്ചു കയറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ ജൂത സമൂഹവും യഥാർത്ഥത്തിൽ ആന്റി സിയോണിസ്റ്റായി നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ന്യൂയോർക്കിലെ പ്രശ്നങ്ങളെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു തിരിച്ചടി കൂടി ഡൊണാൾഡ് ട്രംപ് നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. അത് കോടതിയിൽ നിന്നാണ്. കോടതിയിൽ ഈ അധിക തീരുവ ചുമത്തുന്നതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി തന്നെ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ നാമനിർദ്ദേശം ചെയ്ത ജഡ്ജിമാർ തന്നെ രാജ്യത്ത് ഇങ്ങനെ ഭീകരമായ ചുങ്കം ചുമത്താൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ, ഒരു പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പല രാജ്യങ്ങൾക്കെതിരെയും അധിക തീരുവ ചുമത്തിയതിനെതിരെ പല സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ ചില വ്യവസായികളുമാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ വാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തണമെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും എടുക്കും. പക്ഷേ കോടതിയുടെ ഒരു ഫസ്റ്റിലെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഒരു തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നുള്ളതാണ്. അതിന് ട്രംപ് നൽകിയ മറുപടി, ഇത്രയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും നേരിടുന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു നിലപാടെടുക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. 1976 സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് പ്രസിഡന്റ് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരം, അത് ഉപയോഗപ്പെടുത്തിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്.